ആ മൃതദേഹഭാഗങ്ങൾ ഇതിനോടകം തന്നെ എത്തിച്ചിട്ടുണ്ട്. അതിപ്പോൾ മൺതിട്ടയിലേക്ക്, അതായത് നടുവിൽ കാണുന്ന മൺതിട്ടയിലാണ്, സമീപത്തുള്ള ഡിങ്കി ബോട്ടിലാണ് ഇപ്പോൾ ആ മൃതദേഹ ഭാഗങ്ങൾ ഉള്ളത്. ഏതായാലും അത് അല്പസമയത്തിനകം തന്നെ അതിന്റെ മറ്റ് നടപടികളിലേക്കൊക്കെ അത് കൊണ്ടുപോകും എന്ന് വേണം മനസ്സിലാക്കാൻ. നിലവിലേതായാലും ഇപ്പോൾ വീണ്ടും ഈ ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് ഈ ക്യാബിൻ കരയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ ക്യാബിനുള്ളിൽ നിന്ന് അല്പസമയം മുൻപാണ് അഗ്നിശമന സേനാംഗങ്ങൾ ഈ മൃതദേഹ ഭാഗങ്ങൾ പുറത്തേക്ക് എത്തിച്ചത്. ഇപ്പോൾ ആ ക്യാബിൻ ഈ കരയിലേക്ക് എത്തിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ക്യാബിന്റെ ഭാഗങ്ങൾ ഇപ്പോൾ ഏതാണ്ട് ഒരു 10 അടി മാത്രം മുന്നിലാണ് കരയിൽ നിന്നുള്ളത്. അത് ഇപ്പോൾ ഇവിടെ കരയിലേക്ക് എത്തിക്കുന്നു. ഡ്രഡ്ജറിൽ നിന്ന്, ക്രെയിനിൽ നിന്ന് കരയിലേക്ക് എത്തിക്കുന്നു. ആളുകളെല്ലാം തന്നെ ഇവിടെ നിന്ന് മാറ്റിക്കൊണ്ട് ആ നടപടിക്രമങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഏതായാലും അതിനുള്ള നടപടിക്രമങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കൂടുതൽ പരിശോധനകൾക്കായി ഈ മൃതദേഹ ഭാഗങ്ങൾ കൊണ്ടുപോകുന്നത് ഇവിടേക്കാണ്, മംഗലാപുരത്തേക്കായിരിക്കും. അവിടെയാണ് DNA പരിശോധനയ്ക്കുള്ള സൗകര്യമുള്ള ലാബുകളൊക്കെ ഉള്ളത്. ഇപ്പോൾ കാർവാർ SP കൂടി ഈ സ്ഥലത്തേക്ക്, SP-യും അതുപോലെ തന്നെ ASP-യും ഈ ഡ്രഡ്ജറിലേക്ക് എത്തിയിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികളൊക്കെ ഇനി നടത്തേണ്ടതുണ്ട്. അങ്ങനെ ഒരുപാട് പ്രോസസ്സുകൾ ഇതിന് പുറകിൽ ഇനി നടത്തണം. അതിനൊക്കെ ശേഷമായിരിക്കും മറ്റ് നടപടികളിലേക്കൊക്കെ പോവുക. ഏതായാലും DNA പരിശോധന നടത്തിയാൽ തന്നെ മാത്രമേ ഇക്കാര്യത്തിൽ ഇത് അർജുന്റേതാണ് എന്നുള്ള കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം വരുള്ളൂ. പക്ഷേ കുടുംബം ഒക്കെ ഈ ക്യാബിനുള്ളിൽ നിന്ന് ഇത് ലഭിച്ചുകൊണ്ട് തന്നെ അത് അർജുന്റേതാണ് എന്നുള്ള ഒന്ന് തന്നെ അവര് വിശ്വസിക്കുന്നുണ്ട്. ഏതായാലും ഈ 72ാം ദിവസമാണ് ഇങ്ങനെ വളരെ ആശാവഹമായിട്ടുള്ള, അല്ലെങ്കിൽ വളരെ കാത്തിരുന്നിട്ടുള്ള ഈ ഒരു ഷിരൂർ ദൗത്യത്തിന് ഒരു അവസാനം ഉണ്ടാകുന്നത്. ജൂലൈ 16 പുലർച്ചെ രാവിലെയാണ് ഇത്തരത്തിൽ അപകടമുണ്ടാകുന്നത്. അതിന് പിന്നാലെ ഇപ്പോൾ നീണ്ട തിരച്ചിൽ, 19 മുതൽ തന്നെ തിരച്ചിൽ ആരംഭിച്ചു. ഏതാണ്ട് 30-ാം തീയതി വരെ തിരച്ചിൽ നടത്തിയിരുന്നു. അതിന് പിന്നാലെ കൂടുതൽ ഏരിയയിലേക്ക്, അല്ലെങ്കിൽ ഒന്ന് തിരച്ചിലിന് ചെറിയ ഗ്യാപ്പ് വന്നു. പ്രത്യേകിച്ച് വയനാട് ദുരന്തമൊക്കെ വന്നതിന് പിന്നാലെ തിരച്ചിൽ ഒന്ന് നിർത്തിവെക്കുകയൊക്കെ ചെയ്തിരുന്നു. പിന്നീട് ഓഗസ്റ്റ് 15-ാം തീയതിയാണ് വീണ്ടും തിരച്ചിൽ ആരംഭിക്കാൻ നടപടി ആരംഭിച്ചത്. പക്ഷേ അപ്പോഴേക്കും പുഴയിലെ ഒഴുക്കൊക്കെ കാര്യമായി തന്നെ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. പിന്നീട് ഇപ്പോഴാണ് സെപ്റ്റംബർ 20-നാണ് വീണ്ടും തിരച്ചിൽ നടപടികളൊക്കെ ആരംഭിക്കുന്നത്. ഏതായാലും ഇപ്പോൾ അതിന്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് നടപടികളൊക്കെ എത്തിയിട്ടുണ്ട് എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഏതായാലും ഈ ക്രെയിൻ ഇപ്പോൾ ഉപയോഗിച്ച് ഈ ക്യാബിൻ ഭാഗം കരയിലേക്ക് മാറ്റിയിടാനുള്ള ശ്രമങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അതിനുള്ള നടപടികളാണ് ഇപ്പോൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏതായാലും നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. ഇനി അറിയാനുള്ളത് ഇപ്പോൾ ലഭിച്ച ഈ ഭാഗങ്ങൾ എപ്പോൾ അർജുന്റെ കുടുംബത്തിന് കൈമാറാനാകും എന്നുള്ള ഒരു കാര്യമാണ്. ആ ഒരു കാര്യം അത് ആണ് ഇനി അറിയേണ്ടത്. ഒരുപക്ഷെ അത് പരിശോധനകൾക്ക് ശേഷം, ഒരുപക്ഷെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ ഉണ്ടെങ്കിൽ അതിനുശേഷം മാത്രമേ ഈ മൃതദേഹ ഭാഗങ്ങൾ കുടുംബത്തിന് വിട്ടുകൊടുക്കൂ. ഏതായാലും കഴിഞ്ഞ 72 ദിവസമായി അവർ കാത്തിരിപ്പിൽ തന്നെയാണ്. കുറെ പേർ ഷിരൂരിലും അതുപോലെ തന്നെ കോഴിക്കോട് കണ്ണടിക്കൽ എന്നുള്ള ഗ്രാമത്തിലും ആളുകൾ അവിടെ കാത്തിരിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. അതിനുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഏതായാലും ശരി, അവിടുത്തെ നടപടികളെ കുറിച്ചൊക്കെയാണ് ശ്രീധരൻ. ഏതായാലും ഇപ്പോൾ ഈ കാണുന്ന ക്യാബിൻ ഭാഗം തന്നെ ഇതിന് പറഞ്ഞോളൂ ശ്രീധരൻ, പറഞ്ഞോളൂ. ഓക്കെ,
ഏതായാലും ഈ രണ്ടാം ദൗത്യത്തിന്റെ 5ാം ദിവസമാണ് ഇപ്പോൾ ആശാവഹമായിട്ടുള്ള ഒരു പുരോഗതിയിലേക്ക് കാര്യങ്ങൾ പോയത്. ഇന്ന് രാവിലെ 10 മണിയോടുകൂടി തന്നെ ഈ ലോറിയുടെ ഭാഗങ്ങൾ അല്ലെങ്കിൽ ക്യാബിൻ ഭാഗം ലൊക്കേറ്റ് ചെയ്യാൻ ഡ്രഡ്ജിംഗ് സംഘത്തിനും അതുപോലെ തന്നെ മുങ്ങൽ വിദഗ്ധർക്കും ആയിരുന്നു. അതിനുശേഷം 3 മണിയോടുകൂടിയാണ് ഇത് പൊക്കിയെടുക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത്. ഏതായാലും നേരത്തെ തന്നെ ഇതിനടിയിൽ വലിയ പാറക്കൂട്ടങ്ങളൊക്കെ ഉണ്ടെന്ന് റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞിരുന്നു. അതിന് ശേഷം ആ ഭാഗത്ത് 4 പോയിന്റുകളാണ് അദ്ദേഹം ലൊക്കേറ്റ് ചെയ്ത് നൽകിയിരുന്നത്. ആ 4 പോയിന്റിൽ കേന്ദ്രീകരിച്ച് തിരച്ചിൽ നടത്തി. അതിൽ പ്രധാനമായും ആദ്യ 2 പോയിന്റുകളിൽ രണ്ടാം പോയിന്റിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ കൃത്യമായിട്ടുള്ള ഒരു സിഗ്നൽ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു വിവരം നമുക്ക് ലഭിച്ചത്. അതിന് പിന്നാലെ തന്നെ ഇത് എടുത്തുകൊണ്ട് ലോറി പൊക്കാനുള്ള ശ്രമങ്ങളൊക്കെ ആരംഭിക്കുകയും ചെയ്തത്. നിലവിലേതായാലും ലോറി ഉയർത്തിയിട്ടുണ്ട്. അതിനി കരയിലേക്ക് കയറ്റണം. അതിനുവേണ്ടിയുള്ള നടപടികളാണ് ഇനി പുരോഗമിക്കേണ്ടത്. നിലവിലേതായാലും ആ ശ്രമങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. കാലാവസ്ഥ പലപ്പോഴും പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നെങ്കിലും ഇന്ന് കാര്യമായിട്ട് ഒരു പ്രശ്നം അത് പോയില്ല എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ഏതായാലും അല്പസമയം മുൻപ് ഒന്ന് മഴ പെയ്തിരുന്നു. പിന്നീട് ആ മഴ പൂർണ്ണമായും മാറി നിൽക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് പോയി. ഈ ദൗത്യം എപ്പോഴൊക്കെ കാര്യമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടോ അപ്പോഴൊക്കെ ഈ ദൗത്യത്തിന് പ്രകൃതി അല്ലെങ്കിൽ മഴ വലിയ തടസ്സം സൃഷ്ടിച്ചിരുന്ന ഒരവസ്ഥ പല ഘട്ടങ്ങളിലായിട്ട് നമ്മൾ കണ്ടിരുന്നു. ആദ്യം പുഴയിലെ കുത്തൊഴുക്കായിരുന്നു വലിയ വെല്ലുവിളിയെങ്കിൽ പിന്നീട് പലപ്പോഴായിട്ട് ആ മഴ തന്നെ തടസ്സമായിട്ട് നിന്നു. ഏതാണ്ട് 8 നോട്ട്സിന് മുകളിൽ വരെ പുഴയിലെ ഒഴുക്കിന്റെ അല്ലെങ്കിൽ ഗതിശക്തി എന്നുള്ളത് 8 നോട്ട്സിന് മുകളിൽ വരെ എത്തുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ പോവുകയും ചെയ്തു. നിലവിലേതായാലും ഈ സെപ്റ്റംബർ 20-ാം തീയതിയോട് കൂടി തന്നെ കാലാവസ്ഥ പൂർണ്ണമായും അനുകൂലമാവുകയും അതിനുശേഷം മഴ കുറയുകയും ചെയ്തതോടെയാണ് ഈ ദൗത്യം വീണ്ടും